നമുക്ക് തിക്ക് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കുന്ന മീൻ കറി ഉണ്ടാവില്ലേ, ഈ ഷാപ്പിലൊക്കെ കിട്ടുന്ന പോലത്തെ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഉലുവയിട്ട് പൊട്ടിക്കാം. അതിനുശേഷം ഉലുവ പൊട്ടിയതിന് ശേഷം കുറച്ചധികം ചെറിയ ഉള്ളി അരിഞ്ഞത്, ചെറിയ ഉള്ളി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ, സവാളയൊന്നും ഉപയോഗിക്കരുത്. ചെറിയ ഉള്ളി, 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, 4-5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി അരിഞ്ഞിട്ട് ഇത് നന്നായിട്ട് മൊരിയിച്ചെടുക്കുക. അതായത് ഉള്ളിയുടെ കളറൊക്കെ മാറി നന്നായിട്ട് ഒതുങ്ങി നല്ല മൊരിഞ്ഞ് കിട്ടണം ഈ ഉള്ളി. അതുകൊണ്ട് നമുക്കിത് ഈ മീൻകറി പുറത്തിരുന്നാലും ചീത്താവാത്ത രീതിയിലുള്ള മീൻകറിയാണ്. അപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും. നല്ല ദേശകട്ടിയുള്ള മീൻ വെച്ചിട്ട് വേണം ഉണ്ടാക്കാനിട്ട്. അതായത് കേര, നെയ്മീൻ അങ്ങനെയുള്ള മീനുകളൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇന്ന് വെച്ചിട്ട് നാളെ ഉപയോഗിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഫുള്ളായിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് വഴിച്ചെടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് ഇത് വരുമ്പോൾ ബാക്കി നമ്മൾ പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. ഈ മൊരിഞ്ഞതിന് ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. പൊടികളെന്ന് പറഞ്ഞാൽ കാശ്മീരി ചില്ലി പൗഡറും സാധാരണ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മാത്രമേ ഇതിൽ ഉപയോഗിക്കുകയുള്ളൂ. വേറെ ഒന്നും ഉപയോഗിക്കില്ല കേട്ടോ. മല്ലിപ്പൊടി, മസാലപ്പൊടി ഒന്നും ഉപയോഗിക്കില്ല. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ് കേട്ടോ. നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കണം. കാശ്മീരി ചില്ലി ഒരു 2.5 ടേബിൾ സ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ കുടംപുളി വെച്ച വെള്ളത്തെ പടി ഒഴിക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വെട്ടിത്തിളക്കണം കേട്ടോ. വെട്ടിത്തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മീനിടാൻ പാടുള്ളൂ. മീനിട്ട് വെച്ചിട്ട് അത് നന്നായിട്ട് ഇളക്കി ഉപ്പൊക്കെ നോക്കിയിട്ട് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചതിന് ശേഷം സിമ്മിൽ വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് തിളപ്പിക്കാം. തിളപ്പിച്ചതിന് ശേഷം ഇതിങ്ങനെ തിളക്കും തോറും നല്ല എണ്ണ തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കും. എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് കുറുക്കിയെടുക്കാം. കുറച്ച് ചാറോടുകൂടി വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കുറച്ചും കൂടി തിക്കായിട്ട് എടുക്കാം. ഞാൻ കുറച്ചുകൂടി തിക്കായിട്ടാണ് എടുക്കണം. അപ്പോൾ എല്ലാവർക്കും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കേണ്ട റെസിപ്പിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.